ഡോക്ടർ പി കെ ഗോപൻ, പാലക്കാട് CPM-ന് BJP-യുമായി ഡീലുണ്ടോ? ഇത്രയും അസംബന്ധമായ ഒരു ചോദ്യം വൈകുന്നേരം കേൾക്കേണ്ടി വരുമെന്ന് വിചാരിച്ചതല്ല. കാരണം കേരളത്തിലെ പാലക്കാട് നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമല്ല. ഞങ്ങൾ ജയിക്കാത്ത മണ്ഡലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി അഭിപ്രായ വ്യത്യാസം ഇന്നുകൊണ്ട് അത്തരം ചില വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്നവർ അങ്ങനെ പല രീതികൾ പരീക്ഷിച്ച് നോക്കിയിട്ടാണ് തോൽക്കുന്ന മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ തോറ്റ മണ്ഡലങ്ങളിൽ അത്തരം ഒരു സമീപനം സ്വീകരിക്കുന്നത്. അത് പുറത്തുള്ള ചിലരുടെ വോട്ട് കൂടി സമാഹരിച്ചാൽ ജയിക്കാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട്. ഞങ്ങൾക്ക് പരമ്പരാഗതമായി ശക്തിയില്ലാത്ത മണ്ഡലങ്ങളിൽ മറ്റ് വോട്ടുകൾ കൂടി സമാഹരിച്ച് ഞങ്ങൾ ആ പരീക്ഷണം നടത്തി നന്നായിട്ട് വിജയിച്ചിട്ടുള്ളവരാണ്. പാലക്കാട് ഒരു LDF കോൺസ്റ്റിറ്റ്യുവൻസി അല്ല. ആ സ്ഥലത്ത് ഒരു മുസ്ലിം നാമധാരിയെ നിർത്തിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിനുണ്ടാക്കുന്ന അസ്വസ്ഥത എന്താണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. ആ അസ്വസ്ഥത എവിടം വരെ എത്തിയെന്നുള്ളതാണ്. പറയാതെ പറഞ്ഞു വയ്ക്കുന്ന വർഗീയതയാണത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ശ്രീമതി ആര്യ നല്ലൊരു പത്രപ്രവർത്തകയാണ്, അന്വേഷണാത്മക പത്രപ്രവർത്തകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉത്തരവാദിത്വത്തോടുകൂടി ഒരാരോപണം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് BJP-യും കോൺഗ്രസുമായിട്ടുള്ള അലയൻസ് എന്നത് ചരിത്രപരമായി തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. ചരിത്രപരമായി ഒരു കാലത്തും തെളിയിക്കാൻ കഴിയാത്ത കാര്യമാണ് CPM-നെയും BJP-യും ബന്ധപ്പെടുത്തി പറയുന്നത്. നമുക്കിവിടെ വൈകുന്നേരത്തെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിൻ്റെ വിശദാംശങ്ങൾക്ക് ഞാൻ പോകുന്നില്ല. ഒന്ന്, കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ BJP-യെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി മാത്രമാണ്. BJP-യെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് അധികാരത്തിൽ വരാൻ തടസ്സമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം മാത്രമാണ് BJP. എന്നാൽ CPM-നെ സംബന്ധിച്ച് BJP പ്രത്യയശാസ്ത്രപരമായ ശത്രുവാണ്. അതുകൊണ്ടാണ് ചെറിയൊരു രാഷ്ട്രീയ പാർട്ടിയായ CPM-നെ BJP അഖിലേന്ത്യാ നേതൃത്വം ഒന്നാം നമ്പർ ശത്രുവായിട്ട് കാണുന്നതിൻ്റെ കാരണം അതാണ്. അത് പ്രത്യയശാസ്ത്രപരമാണ്. ഫാസിസത്തിനെതിരായി, തീവ്രവർഗീയതയ്ക്കെതിരായി, വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായി ഒരു ശക്തമായ രാഷ്ട്രീയ നിലപാട് CPM-നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് എല്ലാ ജനവിരുദ്ധ നിയമങ്ങളും കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കുമ്പോൾ അത് പൗരത്വ ബില്ലായിക്കൊള്ളട്ടെ, SIR ആയിക്കൊള്ളട്ടെ, ഇതിനെല്ലാമെതിരെ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി അസംബ്ലിക്കകത്ത് അതിന് നിയമപരമായി എത്രത്തോളം സാധുത എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. കാരണം പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു ബില്ലാണ്. കേരള അസംബ്ലിയിലാണ് അതിന് ബദലായിട്ട് നിയമം പാസ്സാക്കിയിട്ടുള്ളത്. പൗരത്വ ഭേദഗതിക്കെതിരായിട്ട് ആദ്യം പ്രമേയം കൊണ്ടുവന്ന് പാസ്സാക്കുന്നത് കേരളത്തിലാണ്. 9 നിയമങ്ങളാണ് അങ്ങനെ, അല്ലെങ്കിൽ 9 പ്രമേയങ്ങളാണ് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ഇവിടെ പാസ്സാക്കിയിട്ടുള്ളത്. ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെയാണ് ഏറ്റവും കൂടുതൽ അവർ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദ്രോഹിക്കുമ്പോൾ 19 പാർലമെൻ്റ് അംഗങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ചെന്ന് BJP-ക്ക് ഈ കേരളത്തോട് കാണിക്കുന്ന സമീപനത്തിനെതിരായി ഒരക്ഷരം പറയാനില്ല. ഏറ്റവും അവസാനം തൊഴിലുറപ്പ് നിയമം കൊണ്ടുവന്ന് ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും സംയുക്ത സംഭാവനയായ ഒരു വലിയ പദ്ധതിയെ ചവിട്ടിയരച്ച് ഇല്ലാതാക്കുമ്പോൾ വിദേശ പര്യടനത്തിലായിരുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവ്. പോട്ടെ, അദ്ദേഹം വിദേശ പര്യടനത്തിന് പോയി. ഈ 19 പാർലമെൻറ്റ് മെമ്പർമാർ പുറത്തിറങ്ങി നിന്ന് വേറെ പാട്ടുപാടുകയായിരുന്നു. അവർക്ക് പ്രതിഷേധിക്കാനില്ല. അപ്പം BJP-ക്കെതിരായി ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ ശേഷിയില്ലാത്ത പാർട്ടി. ഇനി ഇത് മാത്രമാണ് വടക്കേ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ ആരെ വിശ്വസിക്കണം. നിങ്ങൾ CPM നിർത്തിയിരിക്കുന്ന പൊതു സ്വതന്ത്രനായ ഈ NMR റസാഖ് മുസ്ലിം നാമധാരി ആയതാണ് കോൺഗ്രസിന് അലോസരപ്പെടുത്തുന്നതെന്ന് താങ്കൾ പറഞ്ഞു. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻപ് അവിടെ ഉണ്ടായിരുന്ന UDF-ന്റെ MLA അത് ഷാഫി പറമ്പിലല്ലേ? അല്ല, അത് MLA-യുടെ പേരെന്താണ്, MLA ഏത് സമുദായം, അതല്ല അവിടുത്തെ വിഷയം. അത് ഷാഫി പറമ്പിൽ വന്നോ വേറൊരാളോ, ഞാൻ പറഞ്ഞത് അതല്ല. ഇപ്പം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥി, BJP-യുടെ സ്ഥാനാർത്ഥി, അവിടെ മറ്റൊരു സമൂഹത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥി വരുന്നു. ആ സ്ഥാനാർത്ഥിയെ കണ്ടതിൻ്റെ അസ്വസ്ഥതയിൽ ഇങ്ങനെ ഈ രൂപത്തിലാണ് വർത്തമാനം പറയുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഷാഫി പറമ്പിലിൻ്റെ പേര് വെച്ചിട്ടല്ല അത് ചർച്ച ചെയ്യേണ്ടത്. അതല്ല അതിൻ്റെ രാഷ്ട്രീയം. ഞാൻ പറഞ്ഞ രാഷ്ട്രീയം പാലക്കാട് CPM ഇങ്ങനൊരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അതിൻ്റെ അപാകത എന്താ? എത്ര സ്ഥലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്വതന്ത്രരായിട്ട് നിർത്തിയിരിക്കുന്നു? അതല്ലെങ്കിൽ CPM-ൽ നിന്ന് വന്നവരെ നിർത്തിയിരിക്കുന്നു? ഏത് ഡീലിൻ്റെ ഭാഗമായിട്ടാണ്? ഇനി നിങ്ങൾ നേമം മണ്ഡലത്തിൽ മുമ്പത്തെ കാര്യം നോക്കൂ.
ആ നിയമമണ്ഡലത്തിൽ 10,000 വോട്ട് മാത്രമാണ് ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് പിടിച്ചത്. ആര് ജയിക്കുമ്പോൾ? ശ്രീ ഒ രാജഗോപാൽ ജയിക്കുമ്പോൾ. ആ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്വന്തമായി ശേഷിയുള്ള സ്ഥാനാർത്ഥി നിർത്തിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് വോട്ട് പിടിച്ചു. അങ്ങനെ BJP അവിടെ പരാജയപ്പെട്ടു. അങ്ങനെയാണ് സഖാവ് ശിവൻകുട്ടി അവിടെ ജയിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ടെല്ലാം അവിടെ പോയി. ഇനി കോലീബി സഖ്യം എന്നുള്ളത് കേരളത്തിൽ രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും വിശേഷപ്പെട്ട ചർച്ചയാണ്. BJP നേതൃത്വം തന്നെ അത് സമ്മതിച്ചിട്ടുണ്ട്. KG മാരാർ സാർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയെ അത് വിശദീകരിച്ചിട്ടുണ്ട്, കോൺഗ്രസുമായിട്ട് അങ്ങനെ ഐക്യം ഉണ്ടാക്കി എന്നുള്ളത്. ഇനി മറ്റത്തൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വന്ന സ്ഥിതി എന്താണ്? സുരേന്ദ്രൻ പറഞ്ഞത് എന്താണ്? സണ്ണി ജോസഫ് സാറിനെ ഇരുത്തിക്കൊണ്ട് ഞങ്ങൾ മറ്റത്തൂർ നടത്തിയ ഡീല് അത് അസംബ്ലിയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 35 MLA ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കും. അപ്പോൾ പത്രക്കാർ ചോദിച്ചോ പറഞ്ഞു, നിങ്ങളൊക്കെ ഡൽഹിയിൽ പത്രപ്രവർത്തനം നടത്തുവരില്ലേ, ഞങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? CPM-ൻ്റെ MLA-മാരെ പിടിച്ചുകൊണ്ട് പോയിട്ടാണോ? വേറെ ഏതെങ്കിലും പിടിച്ചുകൊണ്ട് പോയിട്ടാണോ? കോൺഗ്രസിൻ്റെ MLA-മാരെ MP-മാരെ പിടിച്ചുകൊണ്ട് പോയിട്ടാണ്. 9 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ BJP-ക്ക് കൊടുത്തവർ, 17 PCC പ്രസിഡന്റുമാരെ BJP-ക്ക് കൊടുത്തവർ, 100-ലധികം പാർലമെന്റ് അംഗങ്ങളെ BJP-ക്ക് കൊടുത്തവർ, കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരായ 2 പേരുടെ മക്കളെ BJP-ക്ക് കൊടുത്തവർ, ഇപ്പോൾ ഒരു KPCC പ്രസിഡന്റ് സഹോദരനെ BJP-ക്ക് കൊടുത്തവർ, RSS-ന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് അഭിമാനത്തോട് പറയുന്ന ഒരാളെ BJP കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാക്കി വെച്ചവർ. ഇവർ എന്ത് മര്യാദയായി പറയുന്നത്? ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കനകോലു പറഞ്ഞിട്ടുള്ളത് 40% കൂടുതൽ കേരളത്തിൽ മൈനോറിറ്റിയാണ്. ആ മൈനോറിറ്റിയെ മനസ്സിലായി. അല്ല, ആ മൈനോറിറ്റിയുടെ വോട്ട് പിടിക്കണമെങ്കിൽ BJP ഡിയിൽ ആരോപിക്കണം. ഇത് കനകോലുവിന്റെ തിയറിയാണ്. ശരി, ഒരു കാരണവശാലും പാലക്കാട് ഇത്തരം ഒരു സമീപനം ചർച്ച ചെയ്യുന്നത് വളരെ അപകടകരമായ രാഷ്ട്രീയമാണ്.